പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് എടുത്തു മാറ്റണമെന്ന് ലോകത്താരും ആവശ്യപ്പെട്ടിട്ടില്ല. അന്ധമായ വിരോധത്തിന്റെ പേരിൽ ഖുർആനിനെതിരെ സമരം നടത്തിയവരുണ്ടാകാം. പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങളെ അറിയാത്തതിന്റെ പേരിൽ വിമർശിച്ചവരുണ്ടാകാം. കൃത്യമായ ന്യായങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂക്തമെങ്കിലും പ്രായോഗികമല്ലെന്ന് പ്രാമാണികമായി പറയാൻ ലോകത്തൊരു വ്യക്തിക്കും, ഒരു ശക്തിക്കും, ഒരു ഇസത്തിനും, ഒരു ദർശനത്തിനും, ഒരു മീമാംസയ്ക്കും, ഒരു തത്വത്തിനും, ഒരു മതത്തിനും, ഒരു ദാർശനികതയ്ക്കും, ഒരു ചിന്തകനും, ഒരു ചിന്ത പ്രസ്ഥാനത്തിനും സാധിച്ചിട്ടില്ല. അപ്പോൾ പവിത്രമായ ഇസ്ലാം ലോക ജനതയുടെ മുമ്പിൽ സമ്പൂർണമായ ന്യായങ്ങളുടെയും മാനവികതയുടെ മുന്നേറ്റത്തിന്റെ മഹിതമായ ദർശനങ്ങളുടെ വരിഷ്ഠമായ വീക്ഷണങ്ങളോടെ നിലനിൽക്കുകയാണ്. ഇന്ന് ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിങ്ങളായ നമ്മൾ, ഇസ്ലാമിന്റെ അനുയായികളായ നമ്മൾ സമർത്ഥമായ ഇസ്ലാമിന്റെ വ്യാപ്തിയെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. ശാസ്ത്രീയ ലോകത്തിന് മുഴുവനും അറിയാം ഇസ്ലാം നല്ല മതമാണ്, ദർശനങ്ങളുടെ സംഗമ ഭൂമിയാണ്. പരിശുദ്ധമായ ഇസ്ലാം ഇസ് ദ ബെസ്റ്റ് റിലിജിയൻ എന്ന് പറയാൻ ദാർശനികതയുടെ അടിത്തറ എവിടെയെങ്കിലുമുള്ള എല്ലാവരും തയ്യാറായിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇസ്ലാമിനെ നേരിടേണ്ടിയിരുന്നത് ബിംബാരാധകരെയും ബഹുദൈവാരാധകരെയുമായിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഭൗതികമായ വിചാരങ്ങൾ, മെറ്റീരിയൽ കൺസെപ്റ്റ്സ് ഓഫ് ന്യൂ മുസ്ലിം, ആധുനിക മുസ്ലിമിന്റെ സാങ്കേതികമായ അല്ലെങ്കിൽ ശാരീരികമായ കാഴ്ചപ്പാടുകളാണ് ഇന്ന് ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയ ലോകം ഒരുപാട് ദർശനങ്ങളെയും ചിന്തകളെയും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സഞ്ചാരത്തിന്റെ ദൂരം കുറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ചിന്തകളുടെയും വിചാരങ്ങളുടെയും തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള മുഴുവൻ ശാസ്ത്രശാഖകളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം ദൈവമില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് അന്വേഷണങ്ങളില്ലാത്ത ഒരു തലമുറയെ രൂപപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ടാണ് ഡാർവിനിസം എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തം കൃത്യമായ ന്യായങ്ങളോടെ സമർത്ഥിക്കാൻ ഇതുവരെയും ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ, എവല്യൂഷണറി തിയറിയെ ലോകത്തിന് മുമ്പിൽ കൃത്യമായി സമർത്ഥിക്കാൻ ഒരു സയന്റിസ്റ്റിനും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇന്നും പാഠശാലയിൽ പഠിക്കേണ്ടി വരുന്നത്? ദൈവമില്ല എന്ന് പറയാൻ കടന്നു വന്ന ഒരു ചിന്തയായതിന്റെ പേരിൽ മാത്രമാണ് ഡാർവിനിസത്തെ ശാസ്ത്രലോകം തെരഞ്ഞെടുക്കുന്നത്. അതുമാത്രം വെച്ചുകൊണ്ട് സംസാരിച്ച സീഡികൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഡോക്ടർ മിഖായേൽ വാക്കർ പരിശുദ്ധമായ തൗഹീദിനെയും ആധുനിക ശാസ്ത്രത്തിന്റെ അസ്ഥിവാരങ്ങളെയും നടത്തിക്കൊണ്ട് മുമ്പിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ട്. അതിന്റെ അവസാനം അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, one is forced to conclude that many scientists, technologists pay lip service to Darwinism theory only because it supposedly excludes a creator. അടിസ്ഥാനപരമായി ദൈവമില്ല എന്ന് പറയാനും ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ ഒരു പടച്ചവനില്ല എന്ന് വിളിച്ചു പറയാനും തയ്യാറായതിന്റെ പേരിലാണ് ഒട്ടനവധി ശാസ്ത്രകാരന്മാർ അവരുടെ അധര വ്യായാമത്തിൽ ഡാർവിനിസം എന്ന പരിണാമ സിദ്ധാന്തത്തെ കൊണ്ടുവന്നത് എന്ന് വ്യക്തമായി അദ്ദേഹം എഴുതി വെക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിന്റെ അടിത്തറ ഒരുപാട് അബദ്ധസഞ്ചാരികളുടെയും അബദ്ധവിശ്വാസികളുടെയും വഴിമാറി സഞ്ചരിച്ചവരുടെയും ഇടയിലേക്ക് പവിത്രമായ ഇസ്ലാം കൊണ്ടുവന്ന ഒന്നാമത്തെ ദർശനം കലിമത്തുൻ ത്വയ്യിബത്തുൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ. അല്ലാഹുവിന്റെ പവിത്രമായ കലിമത്തിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി ആരുമില്ല, ഏതുമില്ല എന്ന പവിത്രമായ തൗഹീദിനെയാണ്
ലോകഗുരുവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കായുടെ മരുപ്പറമ്പിൽ നിന്ന് ബഹുദൈവ വിശ്വാസികളുടെ ഹൃത്തടത്തിലേക്ക് മോചനത്തിന്റെ മണിമധുരമായി അടയാളപ്പെടുത്തി കൊടുത്തതെങ്കിൽ, മദീനായുടെ മലർവനിയിലിരുന്ന മാലോകരുടെ മുഴുവനും മനതലത്തിലേക്ക് മലർവാടി ഒരുക്കാൻ കടന്നു വന്ന ലോകത്തിന്റെ മുഴുവനും അധ്യാപകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും പരമമായ സത്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന പവിത്രമായ വാചകമായിരുന്നു. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, ഇത് കേവലമായ ഒരു വാചകമായി പറയേണ്ടതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മതങ്ങളും ദർശനങ്ങളും ഇവിടെ കടന്നുപോയിട്ടുണ്ട്. അവർക്കാർക്കും ആദർശപരമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. മോഡേൺ സയന്റിസ്റ്റ് മാത്രമല്ല, ആധുനിക നിയോ കൊളോണിയലിസ്റ്റ് ചിന്താഗതിക്കാരും ഇസ്ലാമിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ആദർശപരമായി യുദ്ധം നടത്തിയിട്ട് വിജയിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അവര് മുഴുവനും ആശയപരമായ സംഘട്ടനത്തിൽ നിന്നും മാറി, ക്ലാഷസ് ഓഫ് സിവിലൈസേഷനിൽ നിന്നും മാറിയിട്ട് അവരെല്ലാവരും കടന്നു വരുന്നത് രാഷ്ട്രീയപരമായ സംഘടനകൾക്കോ അല്ലെങ്കിൽ ഇസ്ലാമിനെ മറ്റേതെങ്കിലും ആരോപണങ്ങൾ കൊണ്ട് തടുത്തു നിർത്താനാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന തൗഹീദിനെ ഏത് ലേറ്റസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ മുമ്പിലും വളരെ സമർത്ഥമായി തെളിയിക്കുവാൻ നമുക്ക് കഴിയും. കാരണം ഇന്ന് കടന്നു വന്ന മുഴുവൻ ചിന്താധാരകളെയും, മുഴുവൻ വിചാരകേന്ദ്രങ്ങളെയും, മുഴുവൻ ദിഷണാശാലികളെയും മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് ഈ ലോകത്തിന്റെ മുഴുവനും അധിപനെന്ന് ചോദിക്കുമ്പോ കൃത്യമായി മറുപടി പറയാൻ ശാസ്ത്രലോകത്തിന് സാധ്യമല്ല. കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും മോഡേണിസത്തിന്റെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും ആധുനികതയുടെയും ആധുനാധുനികതയുടെയും മുഴുവനും മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് ആരാണ് ലോകത്തിന്റെ മുഴുവനും സുപ്രീം കൺട്രോൾ ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ മുമ്പിൽ കൃത്യമായ മറുപടിയില്ല. ഐൻസ്റ്റൈനെ ദൈവമാക്കാനോ ന്യൂട്ടനെ ദൈവമാക്കാനോ മറ്റേതെങ്കിലും ശാസ്ത്രകാരന്മാരെ കേവലമായ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായി അവതരിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥനാരാണ്? ഖുദാവന്ദു ഖുദ്ദൂസ് റബ്ബുൽ ആലമീൻ. അല്ലാഹു ആകുന്ന സർവാധികാരിയാണ്, സുപ്രീം പവർ ആൻഡ് സുപ്രീം കൺട്രോളർ, അൾട്ടിമേറ്റ് കൺട്രോളർ ഓഫ് ദിസ് യൂണിവേഴ്സ്. ഈ ലോകത്തിന്റെ മുഴുവനും ആത്യന്തികാധികാരം ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള മറുപടി മോഡേൺ സയൻസിന്, ബയോളജിക്ക്, സുവോളജിക്ക്, അനാട്ടോമിക്ക്, ആസ്ട്രോണമിക്ക്, മറ്റേതെങ്കിലും പുതിയ ശാസ്ത്രശാഖയ്ക്ക് പറയാനില്ല. അതേ സമയത്ത് മലകളും മരുപ്പറമ്പും മാത്രം ഒതുങ്ങി നിൽക്കുന്ന മക്കായുടെ മലർവനിയിൽ വന്ന് അറഫാത്തിന്റെ മലയുടെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് മാലോകരമാടി വിളിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്, അല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ അധിപൻ ആരാണെന്നറിയുമോ? ലോകത്തിന്റെ മുഴുവനും കൺട്രോളർ ആരാണെന്നറിയുമോ? അതാ ഈ സൂര്യനെ കിഴക്കു നിന്ന് ഉദിപ്പിച്ചുകൊണ്ട് പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്ന, ഭൂമിയെ വിരിപ്പാക്കി ആകാശത്തെ മേലാപ്പാക്കി അത്ഭുതങ്ങളുടെ അറ്റ്മോസ്ഫിയർ ഒരുക്കിയ സർവാധികാരിയായ അല്ലാഹു ആണെന്ന് പറയുമ്പോൾ ഇതിനപ്പുറം ദൈവാധിഷ്ഠിതമായ പ്രപഞ്ചാധികാരത്തിന്റെ, ലോകത്തിന്റെ അധികാരത്തിന്റെ മുഴുവൻ കൺട്രോളർ ആരാണെന്ന് പറയാൻ ഒരു സയൻസിനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ലോകം ഒരുപക്ഷെ ബിംബാരാധനയെ എതിർത്തിട്ടുണ്ടാകാം, അത് ബഹുദൈവ വിശ്വാസത്തെ എതിർത്തിട്ടുണ്ടാകാം. എന്നാൽ മോഡേൺ സയൻസ് പുതിയ ദൈവാവതാരത്തെയാണ് കൊണ്ടുവരുന്നത്. അഥവാ ഇവിടെയുള്ള മുഴുവൻ വസ്തുക്കളും ജീവനില്ലാത്ത ആറ്റത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയുമ്പോ അത് മറ്റൊരർത്ഥത്തിൽ വരുന്നത് അല്ലാഹു അല്ലാത്ത മറ്റൊരു സ്രഷ്ടാവിനെ സ്ഥാപിക്കുവാനാണ്.
അല്ലാഹുവല്ലാത്ത മറ്റേതെങ്കിലും ചിന്താധാരകളെ കൊണ്ടുവരാനാണ്. എന്നാൽ ഇതുതന്നെ ശാസ്ത്രീയ ലോകം പറയുന്നുണ്ട്. Our ancestors worshipped the sun and they were far from foolish. If we must worship a power greater than ourselves, does it not make sense to revere the sun and stars? കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ആരാധകന്മാർ ബിംബങ്ങളെയും സൂര്യനെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും ആരാധിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മനുഷ്യൻ ആറ്റത്തെയും കോശത്തെയുമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റൂട്ട് ഫോമിനെയാണ് ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ ഇസ്ലാമിന് പറയാനുള്ളത്, തൗഹീദിനപ്പുറം പ്രാമാണികമായൊരു സിദ്ധാന്തം കൊണ്ടുവരാൻ ലോകത്തൊരു മതത്തിനും സാധ്യമല്ല, ലോകത്തൊരു ചിന്താധാരയ്ക്കും സാധ്യമല്ല. അതുകൊണ്ട് മോനെ വിളിച്ചു പറയേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ്. മോനെ, അല്ലാഹു ഏകനാണ്, അല്ലാഹു സ്വമദ്, അവന് ആശ്രയം ആവശ്യമില്ല, മറ്റാരിലേക്കും ആശ്രയമില്ലാത്തവനാണ്. അല്ലാഹു സ്വമദ്, അവൻ സ്വയം പര്യാപ്തനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും സന്താനമല്ല, ആരുടെയും പിതാവുമല്ല. അവൻ ഒരു കേവലമായ കോശമല്ല, സംയുക്തമല്ല. അവൻ ഭൗതികമായ മാനദണ്ഡങ്ങളുടെ പരിധിയിൽ പെടുന്നവനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായി ആരുമില്ല, ഏതുമില്ല, ഒന്നുമില്ല, ഒരു പ്രതിഭാസങ്ങളുമില്ല. അവൻ സർവാധികാരിയായ omnipresent, omnipotent, almighty Allah. അവൻ സർവാധികാരിയായ ഏകനാണ്, റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം, അതിൻ്റെ അടിത്തറ ഭദ്രമാണ്. വേറൊരു സിദ്ധാന്തത്തിനും അതിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ ഭരണാധികാരിക്ക് തലവേദനയുണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ഗുഹാന്തരത്തിൽ ഇരിക്കുന്ന ധാടിയല്ല, മറിച്ച് ഏകത്വമെന്ന ഇസ്ലാമിന്റെ ദർശനമാണ്. യൂറോപ്പിന്റെ ചിന്താധാരകളിൽ വെള്ളിടി ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ചേരിപ്രദേശത്തിരിക്കുന്ന തീവ്രവാദിയല്ല, മറിച്ച് ഇസ്ലാമിന്റെ ഭദ്രമായ വിശ്വാസ പ്രമാണങ്ങളാണ്. അതിന് സമാനമായ ഒരു വിശ്വാസം കൊണ്ടുവരാനോ ഖുർആനിന് സമാനമായ ഒരു വേദം കൊണ്ടുവരാനോ യൂറോപ്പിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, എൻ്റെ ഇസ്ലാം അത് സുഭദ്രമായ ദർശനമാണ്, അതിനപ്പുറം വേറെ ഒരു ദർശനവും സത്യസന്ധമായി ഇല്ല എന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് മുഴുവൻ ആധുനികവാദികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക. അതല്ലയോ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ അമരധ്വനിയുമായി കടന്നുപോയത് ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിലേക്കാണ്. हजरत मूसा अलैहिस्सलाम फरोवा के सामने तौहीद पेश करने के लिए वो तशरीफ लाए. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ മുമ്പിലെത്തി. ആധുനിക ഫറോവമാര് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ ഇറങ്ങുമ്പോ കൃത്യമായ ന്യായങ്ങളോട് പറയാനുള്ള മറുപടിയാണ്, وقال فرعون يا أيها الملأ ما علمت لكم من إله غيري فأوقد لي يا هامان على الطين فاجعل لي صرحا لعلي أطلع إلى إله موسى وإني لأظنه من الكاذبين. ഏകദൈവ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് മാടി വിളിക്കുന്ന ഉപാസകന്മാരെ, പരമമായ ഇസ്ലാമിന്റെ സത്യവഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നവരെ, മൂസ പരിചയപ്പെടുത്തുന്ന ദൈവമേതാണ്? എനിക്കപ്പുറം വേറൊരു ദൈവവും ഇവിടെയില്ല. അതുകൊണ്ട് മൂസ പറയുന്ന ദൈവം ആകാശത്തിന്റെ മേലെയാണെങ്കിൽ ഒരു വലിയ ഗോപുരമുണ്ടാക്കിയിട്ട് മുകളിൽ കയറി ഞാൻ ആ മൂസായുടെ ദൈവത്തെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ആ
ആധുനിക ഫറോവമാരെ ലോകത്തിന്റെ അപ്പുറത്തേക്ക് പോയി. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള മോഡേൺ സയന്റിസ്റ്റുകൾ ദൈവമില്ല എന്ന് 2 മാസം മുമ്പ് പ്രസ്താവന ഇറക്കുമ്പോ അവരോട് പറയാനുള്ള മറുപടിയാണ് വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. അല്ലാഹുവിന്റെ അധികാരത്തിലാണ് ലോകത്തിലെ ദിക്കുമുക്കുകളും അഷ്ടദിക്കുകളും അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. മുഴുവൻ ചലന നിശ്ചലന വസ്തുക്കളും റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. അവന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പോകാൻ ലോകത്തൊരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ അധികാരത്തിലാണ് കിഴക്കും പടിഞ്ഞാറും. അവിടുന്ന് പൗരസ്ത്യരും പാശ്ചാത്യരും ഉന്നതരും കീഴാളരും മേലാളരും മുതലാളിയും തൊഴിലാളിയും എല്ലാവരും അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ഇറങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള ഫറോവമാർക്ക് പറയേണ്ട മറുപടിയാണ് മോഡേൺ സയന്റിസ്റ്റുകളുടെ മുമ്പിലും പറയുന്നു. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അള്ളാഹുവിന്റെ അടുക്കലാണ്, അധികാരത്തിലാണ് എല്ലാ ദിക്കുകളും. നിങ്ങൾക്കറിയുമോ, അറബിക്കടലിന്റെ ഓരത്ത് കക്ക പറിക്കാനും കവിത നെയ്യാനും മാത്രം പഠിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ജനതയുടെ മുമ്പിലേക്കാണ് ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദുമായി കടന്നു വരുന്നത്. ആ സമയത്ത് അവിടെയുള്ള കാട്ടറബികൾക്ക് ലോകത്തെ ചിന്താ വിപ്ലവങ്ങൾ അറിയില്ല. ഐൻസ്റ്റൈന്റെ E=mc² അറിയില്ല. ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ ബലം അറിയില്ല. അല്ലെങ്കിൽ ഡാർവിന്റെ എവല്യൂഷണറി തിയറി അറിയില്ല. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ ചിന്താധാരകൾ കടന്നു വന്നിട്ടില്ല. ബയോളജി വളർന്നിട്ടില്ല. സുവോളജി രൂപപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലാത്ത സമയത്താണ് ലോകഗുരുവായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ലോകാധികാരിയായ അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുമ്പോ അതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത ശൈലിയാണ് ഇന്നത്തെ ജനങ്ങൾക്കും ഉൾക്കൊള്ളേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു അഅറാബി കടന്നു വരുന്നു ഇലാ ജനാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഗ്രാമീണനായ ഒരാൾ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു അഅറാബി കടന്നു വരികയാണ്. അപ്പോഴാണ് ലോക നേതാവായ പുണ്യപ്രവാചകർ സുബ്ഹ് ത്വയ്ബാ മേ ഹുയി ബൾതാ ഹൈ ബാളാ നൂർ കാ ആയാ ഹൈ താരാ നൂർ കാ ആയാ ഹൈ താരാ നൂർ കാ. ലോകമാകമാനമുള്ള അന്ധകാരത്തിന്റെ അധികാര കേന്ദ്രങ്ങളെ ധവളിമ കൊണ്ട് ആലിംഗനം ചെയ്ത മാറ്റത്തിന്റെ പടഹധ്വനിയായ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഅറാബിയോട് ചോദിക്കുകയാണ്, അല്ല, ഈ ലോകത്തിനൊരു അധികാരി ഉണ്ടെന്നതിന് തെളിവെന്താണ്? അള്ളാന്റെ റസൂൽ ചോദിക്കുന്നത് ഒരു മോഡേൺ സയന്റിസ്റ്റിനോടല്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാബിൽ ഇരിക്കുന്ന ഒരു ഗവേഷകനോടല്ല, ഗ്രാമീണനായ അഅറാബിയോട് ചോദിക്കുന്നു. അല്ല, ദൈവമുണ്ട്, പടച്ചവനുണ്ട്, അള്ളാഹു ഉണ്ടെന്നതിന് തെളിവെന്താണ്? ഉടനെ ആ മനുഷ്യൻ പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരുപാട് കാഷ്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി, നബിയേ, അതുവഴി കടന്നുപോയ മൃഗമേതാണ്? ആടാണോ, മാടാണോ, ഒട്ടകമാണോ, കുതിരയാണോ, കഴുതയാണോ? ഇത് മുഴുവനും മനസ്സിലാക്കാൻ വഴി നടന്നു വരുന്ന സമയത്ത് വഴിയോരത്ത് കിടക്കുന്ന കാഷ്ടത്തിൽ നിന്ന് സഞ്ചരിച്ച മൃഗത്തെ അറിയാൻ കഴിയും. അതുപോലെയാണ് ഈ ലോകമാകമാനം അല്ലാഹു ഉണ്ടെന്നതിന് തെളിവാണ്.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ ആ ചിന്താ വിപ്ലവത്തെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് നമ്മുടെ കൽബിന്റെ രാജാവ്. ആധുനികതയുടെ ശാസ്ത്രീയ വിപ്ലവത്തിന്റെ നട്ടെല്ലൊടിക്കുവാനും അവരുടെ വിദണ്ഡവാദങ്ങളുടെ കഴുത്തറുത്ത് മാറ്റാനും പറ്റുന്ന ചിന്താ വിപ്ലവത്തിന്റെ പടഹധ്വനി മുഴക്കിയ ആഖായെ നാംദാർ താജ്ദാറെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ വിചാര കേന്ദ്രങ്ങളുടെയും വിപ്ലവധ്വനികളെ അടയാളപ്പെടുത്തുമ്പോ അതിന് മുഴുവനും മറുപടി പറയുകയാണ്. അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. അന്നത്തെ കാലത്ത് അറാബിക്ക് പറയാനുള്ളത് ആട്ടിൻ കാഷ്ടം കണ്ടുകൊണ്ട് ആട് പോയെന്നാണെങ്കിൽ ഇന്നും എന്നുമുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് കണ്ടോ, അഫലം യൻദുറൂ ഇലസ്സമാ, അവരാകാശത്തേക്ക് നോക്കുന്നില്ലേ, ഫൗഖഹും അവരുടെ മേലെയുള്ള ആകാശത്തിലേക്ക്, കൈഫ ബനൈനാഹാ നമ്മൾ എങ്ങനെയാണ് അതിനെ നിർമ്മിച്ചത്, വസയ്യനാഹാ അതിനെ എങ്ങനെയാണ് നമ്മൾ അലങ്കരിച്ചത്, വമാ ലഹാ മിൻ ഫുറൂജ് അതിൽ യാതൊരു വിള്ളലുമില്ലാതെ മേലാപ്പാകുന്ന ആകാശത്തെ ക്രമീകരിച്ചവനാരാണ്. വൽ അർള മദദ്നാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഈ ഭൂമിയെ വിരിപ്പാക്കി അതിന്റെ ബാലൻസിന് പറ്റുന്ന പാറകളെയും മലകളെയും വെച്ച് അതിൽ നിന്ന് പഴങ്ങൾ ഫലം തരുന്ന ഒന്നാന്തരം സസ്യങ്ങളെയും ലതാദികളെയും സംവിധാനിച്ച് ഇതിന്റെ കട്ടിയുള്ള മണൽപ്പരപ്പിന്റെ അടിയിൽ നിന്ന് ഊതിയാൽ ഒടിഞ്ഞു പോകുന്ന നാമ്പിന്റെ മുളയെടുപ്പ് നടത്തി അങ്ങനെ ധാന്യങ്ങളെയും സസ്യങ്ങളെയും മുളപ്പിച്ചു തരുന്ന അതാരാണെന്നറിയുമോ? തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. ചിന്തിക്കുന്നവർക്ക് മുഴുവനുമുള്ള ദർശനമാണ്, സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകാ, അല്ലാഹു തആല അനുഗ്രഹത്തിന്റെ പാനീയം ആകാശത്തു നിന്ന് അവതരിപ്പിച്ചു. വെള്ളം തന്നെ ബറക്കത്തുള്ളതാണ്. ബറക്കത്തുള്ള വേറെ ഒരു വസ്തു അതിലിട്ടാൽ ഡബിൾ ബറക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമിട്ടാൽ വെള്ളത്തിന് 2 ബറക്കത്താണ്. കഅബാലയത്തിന്റെ മേലെ നിന്ന് വീഴുന്ന വെള്ളമാണെങ്കിൽ അതിന് 2 ബറക്കത്താണ്. ഒരു കാലത്ത് കഅബാലയത്തിന്റെ മേലെ വീഴുന്ന വെള്ളം സ്വർണപ്പാത്തിയിലൂടെ മഴ പെയ്യുന്ന സമയത്ത് താഴേക്ക് വരാറുണ്ട്. അവിടെ കൂടുന്ന അറബികളും പരദേശികളുമെല്ലാം തിക്കും തിരക്കും കൂടിയിട്ട് നനയാൻ വരുമ്പോ ആ മഴ കഅബാലയത്തിന് മേലെ വീഴുന്ന വെള്ളം സ്വർണപ്പാത്തിയിലൂടെ താഴോട്ട് വരുമ്പോ എല്ലാവരും അവിടുന്ന് നനവ് സ്വീകരിക്കാൻ കുളിക്കാൻ ഓടി വരാറുണ്ട്. അപ്പോ കഅബാലയത്തിന്റെ മേലെ വീഴുന്ന വെള്ളം സ്വർണപ്പാത്തിയിലൂടെ താഴോട്ട് വരും. അപ്പൊ അറബികളും അനറബികളും വിദേശികളും സ്വദേശികളും എല്ലാം തിക്കും തിരക്കും കൂടിയിട്ട് ആ വെള്ളം നനയാൻ വേണ്ടി വരും. ആ സമയത്ത് ചില ആളുകൾ, ഇന്ന് ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ പരിഷ്കരണവാദികൾ, അവര് വന്നിട്ട് ചോദിച്ചു, ആ വെള്ളത്തിന് എന്ത് ബറക്കത്താ ഉള്ളത്? കഅബാലയത്തിന്റെ മേലെ വീണ വെള്ളത്തിന് ബറക്കത്തുണ്ടോ? അന്ന് മക്കത്തെ പള്ളിയിലെ മുദർരിസായിരുന്നു അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കി. നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയക്ക് ശിലാസ്ഥാപനം നടത്തിയ മുഹമ്മദ് മാലിക്കി തങ്ങളുടെ പിതാവായ അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കി തങ്ങൾ എന്ന മക്കത്തെ പള്ളിയിലെ മുദർരിസാണ്. മഹാനവറുകളുടെ അടുക്കൽ പോയി ചോദിച്ചു, അല്ല, കഅബാലയത്തിന് മേലെ വീഴുന്ന വെള്ളം സ്വർണപ്പാത്തിയിലൂടെ താഴോട്ട് വരുന്നുണ്ട്, ആ വെള്ളത്തിന് ബറക്കത്തുണ്ടോ? ഉടനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ബൽ ബറക്കത്താനി, അതിന് 1 ബറക്കത്തല്ല 2 ബറക്കത്തുണ്ട്. നമ്മളെപ്പോലെ വെറുതെ വർത്തമാനം പറയുന്നവരല്ല അവർ.
ഉടനെ അതിന്റെ തെളിവും അങ്ങ് പറഞ്ഞു കൊടുത്തു. അൻസൽനാ മിനസ് സമാഇ മാഅം മുബാറകാ, ബറക്കത്തുള്ള വെള്ളമാണ് അല്ലാഹു വാനലോകത്ത് നിന്ന് ഇറക്കുക എന്ന് ഖുർആനിലുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ, പരിശുദ്ധമായ കഅബാലയം ബറക്കത്തിന്റെ വീടാണെന്ന് അതും ഖുർആനിലുണ്ട്. അപ്പൊ ബറക്കത്തുള്ള വീടിന്റെ മേലെ ബറക്കത്തുള്ള വെള്ളം വീണാൽ അത് രണ്ടും കൂടിയാണെങ്കിൽ ഡബിൾ ബറക്കത്താണ് എന്ന് ബഹുമാനപ്പെട്ട അലവി ഇബ്നു അബ്ബാസ് മാലിക്കി തങ്ങൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മുബാറക്കായ നബിയാണ്. ആ നബി തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാകുന്ന വിശുദ്ധ കേശമിട്ടാൽ ആകാശത്ത് നിന്ന് അല്ലാഹ് ഇറക്കിയ ബറക്കത്തിന്റെ വെള്ളത്തിലായാൽ അത് ഡബിൾ ബറക്കത്തുള്ളതാണ്. വിഷയം മാറുന്നില്ല. وأنزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد. ആ വെള്ളത്തിൽ നിന്ന് ഈ ഭൂമിയുടെ മേലെ ഒന്നാന്തരം സസ്യലതാദികളെ മുളപ്പിച്ചു തരുന്നവനാരാണ്? റബ്ബുൽ ആലമീൻ. والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. അല്ലാഹു തആല പുനരുദ്ധാനത്തിന്റെ പ്രമാണങ്ങളെയും ലോകത്തിന്റെ നിയന്ത്രണത്തിന്റെ അസ്ഥിവാരങ്ങളെയും കൃത്യമായ ഖുർആനിലൂടെ ലോകത്തിന് ഓർമ്മപ്പെടുത്തി തരുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ മുഴുവനും പരമാധികാരി ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ വിജയിച്ച ആളുകൾ യഥാർത്ഥ മുസ്ലിമീങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒരു ദർശനത്തിനും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിനെ ലോകത്തുള്ള മുഴുവൻ സിദ്ധാന്തങ്ങളുടെയും മുമ്പിൽ കൃത്യമായ പ്രമാണങ്ങളോടെയും ന്യായങ്ങളോടെയും അവതരിപ്പിക്കാൻ കഴിയും. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഓരോ വിശ്വാസ പ്രമാണങ്ങളെയും അതിന് ദൈക്ഷണികമായും ശാസ്ത്രീയമായും എല്ലാം കൂടുതൽ തെളിവുകൾ ഉദ്ധരിക്കാനുള്ള സമയം ഇവിടെയില്ല. അതിന്റെ സദസ്സായി ഞാനിത് മനസ്സിലാക്കുന്നില്ല. അതേ സമയത്ത് യുക്തിവാദത്തിന്റെയും ദാർശനികവാദത്തിന്റെയും പ്രകൃതിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും ആളുകൾ വന്നാൽ അവരുടെ മുമ്പിലേക്ക് ആയിരക്കണക്കിന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാം, ഏകനായ അള്ളാഹുവാണ് പരമാധികാരി എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആയിരക്കണക്കിന് തെളിവുകൾ ഇസ്ലാം ഉന്നയിച്ചിട്ടുണ്ട്. അതിലേക്ക് പോകാനുള്ള സമയമില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഞാനിത് ആമുഖമായി ഇവിടെ ഓർമ്മപ്പെടുത്തിയത്, അത്രയും സുഭദ്രമായ ഇസ്ലാമിന്റെ ആളുകളായ നമ്മൾ, നമ്മുടെ കയ്യിലുള്ള തൗഹീദ്, ആരുടെ മുമ്പിലും പറയാൻ പറ്റുന്ന തൗഹീദ്, നമ്മുടെ കയ്യിലുള്ള ഖുർആൻ, ഇതുവരെയും ആരുടെയും വെല്ലുവിളികളുടെ മുമ്പിൽ പരാജയപ്പെടാത്ത ഇസ്ലാമിന്റെ വേദമാകുന്ന ഖുർആൻ, ഇതുവരെയും ഖുർആൻ ഉയർത്തിയ വെല്ലുവിളിക്ക് മറുപടി പറയാൻ ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഒരാളുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാൽ ആ നേതാവ് പറ്റൂല എന്ന് പറയൂല. അത്രയും സുഭദ്രമായ നേതൃത്വം. ഇത് മൂന്നും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ അടിസ്ഥാനപരമായ മൂന്ന് പ്രമാണങ്ങളും ഉള്ള നമ്മൾ, മുസ്ലിം ലോകം ഇന്നവരുടെ ജീവിതം എവിടെയാണ്? നാം നമ്മുടെ ഭൗതികമായ മേച്ചിൽ പുറങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കുമ്പോ ആത്മീയതയെ നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ഈമാനുള്ളവരെ, അദീമൂ അലൽ ഈമാൻ. ഇസ്ലാം നല്ല മതമാണ്. ഏതു വെല്ലുവിളികളുടെയും മുമ്പിൽ ഇസ്ലാമിനെ പിടിച്ചു നിൽക്കാൻ കഴിയും. കനിമൊഴി എന്ന പെണ്ണ് ജയിലറയുടെ ഉള്ളിലാണ് കഴിയുന്നതെങ്കിൽ എന്റെ മോള് ഫാത്തിമ കട്ടാലും കൈമുറിക്കണമെന്ന് പറഞ്ഞ പ്രയോഗത്തിന് എത്ര ആഴമുണ്ട്!
അള്ളാന്റെ ഹബീബിന് വേറെ ആരെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ഭരണാധികാരി കൂടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എന്റെ മകളായ ഫാത്തിമ കെട്ടാലും അവളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പ്രയോഗം ഈ നാട്ടിൽ ഇരുന്ന് ആലോചിക്കുമ്പോ എത്ര ആഴമുള്ളതാണ്. ഇതുപോലെയാണ് പരിശുദ്ധമായ ഇസ്ലാം വളരെ കൃത്യമായി ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ നിയമം അവതരിപ്പിച്ചു തരുമ്പോ ആ ഇസ്ലാമിന്റെ അനുയായികളായ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം കുറഞ്ഞുപോയി, പരലോകത്തെ കുറിച്ചുള്ള വിചാരം നഷ്ടമായി പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കുറഞ്ഞുപോയി. നമ്മളെല്ലാം എപ്പോഴും ഇതാ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിലാണ്. നമ്മളൊന്ന് വരൂ, നമ്മുടെ SSFന്റെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ സമയം ചോദിക്കുക, അല്ലെങ്കിൽ CSOയുടെ ഒരു മീറ്റിങ്ങിന് വിളിക്കുക. ഇങ്ങനെ വിളിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ ജീവിക്കണ്ടേ എന്ന് ചോദിക്കും. അവരോട് തിരിച്ചു ചോദിക്കേണ്ടത് മരിക്കണ്ടേ എന്നാണ്. അവരോട് തിരിച്ചു ചോദിക്കേണ്ടത് ഈ ജീവിതത്തിനപ്പുറം ഒരു മരണമുണ്ട്. ഭൗതികമായ മുഴുവൻ തത്രപ്പാടുകളുടെയും ഇടയിൽ കിടന്നുകൊണ്ട് ഭൗതികമായ പരിപ്രേക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുമ്പോ അതിന്റെ ഇടയിൽ ചോദിക്കേണ്ടത് താൽക്കാലികമായി ജീവിതത്തിനപ്പുറം വരാനുള്ള ഒരു നീണ്ട ജീവിതമുണ്ട്. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് വിതിൻ 100 years ഓർ അതിനേക്കാൾ കുറച്ച്, ഒരു 100 കൊല്ലോ അതിനേക്കാൾ കുറച്ചോ ഉള്ള വർഷത്തിനിടയിലുള്ള ലളിതമായ ഒരു ജീവിതം. ഈ ജീവിതത്തെ മുഴുവനും നമ്മുടെ ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അതിൽ നിങ്ങൾ കൗണ്ട് ഡൗൺ ടൈമർ എടുത്തു വെക്കണം. ആ കൗണ്ട് ഡൗണിൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സിന്റെ അത്രയും അവേഴ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു വെക്കണം. കൗണ്ട് ഡൗൺ. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന ഒരു വയസ്സുണ്ട്. എനിക്കൊരു പക്ഷേ 40 ആയിരിക്കാം. അതിൽ നിന്ന് 32 വയസ്സ് കഴിഞ്ഞു. ഇനി 8 കൊല്ലമേ എന്റെ കയ്യിൽ ബാക്കിയുള്ളൂ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വയസ്സ് 50ഉം 60ഉം 70ഉം ഒക്കെ ആയെങ്കിൽ അല്ലാഹു തആല തന്നതിൽ നിന്ന് അത്രയും വർഷം പോയിരിക്കുന്നു. ഇനി ബാക്കിയേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ ജീവിതം കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നിന്റെ ജീവിതത്തിൽ നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന വിചാരമാണ് കടന്നു വരേണ്ടത്. നാം നാളത്തേക്ക് വേണ്ടി എന്ന് ആലോചിച്ചിട്ടുണ്ട്. നാളെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കിടക്കേണ്ട വീട് ചിന്തിച്ചിട്ടുണ്ട്. നാളത്തെ എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളത് ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ നാളെയുള്ള എൻ്റെ സ്വന്തമായ പാരത്രിക ജീവിതത്തിന് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. അവിടെയാണ് ഈമാൻ ഉള്ളവനും ഇല്ലാത്തവനും വേർതിരിയുക. താൽക്കാലികമായ ഈ ജീവിതത്തിന്റെ മട്ടുപ്പാവുകളെ കെട്ടിയൊരുക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന പുതിയ മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വരേണ്ട വിചാരമേതാണ്? ഞാൻ കേവലനായ ഒരു മനുഷ്യനല്ല, ഇബാദുർ റഹ്മാൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിച്ച മഹാന്മാരായ സ്വഹാബത്ത്, അവരെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടുപോയ രേഖേതാണ്, ഈമാനാണ്. ലോകഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ മലർവനിയിലിരുന്ന് അനുയായികളുടെ മുമ്പിലേക്ക് പറയുകയാണ്. ഒരു പള്ളിയുടെ അകത്തളത്തിലേക്ക് സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗം നടക്കുകയാണ്. ലോകത്താരെങ്കിലും പ്രസംഗത്തെക്കുറിച്ച് ബുക്ക് വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കാരണം അനുയായികൾ ഇരുന്നതെങ്ങനെ? അവരുടെ തലയിൽ ഒരു പറവ ഇരിക്കുന്നുണ്ട്. അത് പറന്നു പോകാതിരിക്കാൻ എത്ര ശ്രദ്ധ കാണിക്കുമോ അത്രയും ശ്രദ്ധയോടെ കേട്ട പ്രസംഗമാരുടേതാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സുബഹി കഴിഞ്ഞ് മിമ്പറിൽ കയറി ളുഹർ വരെ പ്രസംഗിച്ചു. ളുഹർ കഴിഞ്ഞ് വീണ്ടും മിമ്പറിൽ കയറി അസ്ർ വരെ പ്രസംഗിച്ചു. പിന്നീട് മിമ്പറിൽ കയറി മഗ്രിബ് വരെ പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗത്തിന്റെ മാറ്റർ ഏതായിരുന്നു? മിമ്പദിൽ ഖൽഖി, ഉൽപ്പത്തി ശാസ്ത്രം മുതൽ ഇലാ അൻ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന വഅഹ്ലുൻ നാരി അന്നാർ. സ്വർഗത്തിലേക്ക് പോകുന്നവൻ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക് പോകുന്നവൻ നരകത്തിലേക്ക്. ഇതുവരെയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം നീണ്ട മാരത്തോൺ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയതായി മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലൊരു പ്രസംഗം വേറെ ഒരു നേതാവും നടത്തിയിട്ടില്ല. അത് പിന്നീട് പറയാം. റസൂലുള്ളാഹി തങ്ങളുടെ പ്രസംഗങ്ങൾ, യുദ്ധക്കളത്തിനടുത്തുള്ള പ്രസംഗം എങ്ങനെയായിരുന്നു, അറഫായിലെ പ്രസംഗം എങ്ങനെയായിരുന്നു, തൗബയെ കുറിച്ചുള്ള പ്രസംഗം എങ്ങനെയായിരുന്നു, അഥവാ അവിടുന്ന് കുംഭകോണം നടത്താൻ ശ്രമിച്ചവരുടെ മുമ്പിലുള്ള പ്രസംഗം എന്തായിരുന്നു, മാർക്കറ്റിലേക്ക് ചെന്നപ്പോ നല്ല ഈത്തപ്പഴം മേലെ വെച്ചിട്ട് കേടുവന്ന ഈത്തപ്പഴം ഉള്ളിലുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് കൂന കൂട്ടി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഒരു പിടിയെടുത്തങ്ങ് ഇളക്കിയപ്പോ ഉള്ളിലുള്ള ചീത്തയായ പഴമാണ് കാണുന്നത്. ഉടനെ ഒരു പ്രസംഗമാണ്, മൻ ഖശാനാ ഫലൈസ മിന്നാ, വഞ്ചിക്കുന്നവൻ എന്റെ പ്രസ്ഥാനത്തിലെ മെമ്പറല്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർക്കറ്റിലെ പ്രസംഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനയെ കുറിച്ചുള്ള പ്രസംഗം, അതുപോലെ തന്നെ രാജ്യതന്ത്രജ്ഞന്മാരോട് നടത്തേണ്ട പ്രസംഗം, ഹുദൈബിയ സന്ധിയിൽ സ്വഹാബത്ത് മുഴുവനും അല്പമൊന്ന് വിഷമിച്ചു നിൽക്കുന്ന സമയത്തുള്ള ധീരമായ പ്രസംഗം. ഞാൻ നിങ്ങളെ കണ്ടിട്ടല്ല ഈ പ്രസ്ഥാനത്തിനിറങ്ങിയത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, നിങ്ങൾ ആരുമില്ലെങ്കിലും ഞാൻ എന്റെ ദൗത്യത്തിന് മുന്നോട്ടാണെന്ന് പറഞ്ഞ ധീരമായ പ്രസംഗം. ഇതുപോലെ ഹബീബിന്റെ പ്രസംഗങ്ങൾ വല്ല അത്യത്ഭുതങ്ങളായ വചനങ്ങളാണ്. അതാ ഒരു ദിവസം അതുപോലെ വിളിച്ചുകൂട്ടി സ്വഹാബത്തിനെ മൂത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകാനുള്ള മുന്നൊരുക്കങ്ങളാണ്. പള്ളിയുടെ ഉള്ളിൽ വിളിച്ചുകൂട്ടിയിട്ട് സംസാരിക്കുകയാണ്. എങ്ങനെയാണ് സ്വഹാബ നിങ്ങൾ പുറപ്പെടേണ്ടത്, എവിടെയാണ് നിങ്ങൾ തമ്പടിക്കേണ്ടത്, ആദ്യമാരാണ് ഇതൊന്നു യുദ്ധത്തിനിറങ്ങേണ്ടത്, ഇതെല്ലാം പറഞ്ഞ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്, ഓ സയ്യിദ് ബിൻ ഹാരിസ, നിങ്ങൾ ഷഹീദായ അപ്പോൾ സയ്യിദ് ബിൻ ഹാരിസയ്ക്ക് ഉറപ്പായി, ഞാൻ ഈ യുദ്ധത്തിൽ അവസാനത്തെ യാത്രയാണ്. രണ്ടാമത്തെ മെമ്പറെ വിളിക്കുന്നു, അബ്ദുല്ലാഹി ബിൻ റവാഹ, ഇദാ ഉസീബ സയ്യിദുൻ ഔ ഖുതില, സയ്യിദ് ബിൻ ഹാരിസ വധിക്കപ്പെടുകയോ പരിക്കേറ്റു വീഴുകയോ ചെയ്താൽ അബ്ദുല്ലാഹി ബിൻ റവാഹ നിങ്ങൾ പതാക എടുക്കണേ. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇദാ ഉസീബ ഔ ഖുതില, കൊല ചെയ്യപ്പെടുകയോ പരിക്കേറ്റു വീഴുകയോ ചെയ്താൽ ജഅഫറു തയ്യാറേ, നിങ്ങളാണ് പതാക വഹിക്കേണ്ടത്, പടവാളെടുക്കേണ്ടത്. ഇവര് മൂന്നു പേരും അന്യരായ ആളുകളല്ല. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മകന്റെ സ്ഥാനത്താണ്, പോറ്റുമകനാണ്. ചെറുപ്പകാലത്ത് ഏറ്റവും സേവനം ചെയ്ത മഹാനാണ് സയ്യിദ് ബിൻ ഹാരിസ. സ്വന്തം വാപ്പയും ഉമ്മയും വന്നപ്പോ വിളിച്ചിട്ട് പോയില്ല. നുബൂവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ മുമ്പായിരുന്നു അത്. 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുമ്പോ ഖദീജ ബീവി കൊടുത്ത സമ്മാനമാണ് സയ്യിദ് എന്ന അടിമ. അപ്പോഴാണ് വാപ്പയും ഉമ്മയും വിദേശത്തു നിന്ന് തേടി വന്നിട്ട് മകനെ കണ്ടെത്തിയത്.
അപ്പോൾ പറഞ്ഞു, നബി എന്ന പ്രഖ്യാപനം 40-ാമത്തെ വയസ്സിലല്ലേ നടത്തിയത്? അതിനു മുമ്പ് തന്നെ റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞ ആളാണ് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അരമനയുടെ അകത്തളത്തിലെ അതീവ രഹസ്യങ്ങളും ആധികാരികതയുടെ അവസാനത്തെ ശബ്ദവും ഇടപെടലിന്റെ ഇടപാടുകളും കൃത്യമായി അറിയുന്ന സന്തത സഹചാരിയായ സയ്യിദ് ബിൻ ഹാരിസയാണ്. വളരെ ബന്ധമുള്ള ആളാണ്. പക്ഷേ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടക്കളത്തിലിറങ്ങിയാൽ വരാൻ പോകുന്ന യാഥാർത്ഥ്യം അങ്ങ് പറഞ്ഞു കൊടുത്തു. പിന്നീട് വിളിച്ചു പറഞ്ഞ ആളാരാണ്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ആരാണ്? മൂത്താപ്പയുടെ മകനാണ്, സഹോദരനാണ്. അബൂ ത്വാലിബ് എന്ന മൂത്താപ്പാന്റെ മകനാണ് ജഅഫർ എന്നവർ. ഹബീബായ നബി തങ്ങളോട് സാദൃശ്യമുള്ള ആളാണ്. പക്ഷേ ജഅഫറിന് പരിക്ക് പറ്റിയാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ നിങ്ങളാണ് പതാക എടുക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ആരാണ്? അങ്ങേയറ്റത്തെ ആഴമുള്ള ഒരു പ്രവാചക പ്രേമിയാണ്. ജാനദേദോ വഅദേ ദീദാർ പർ ലുത്ഫുൻ കാ അമഹോ ഹി ജായേഗാ സായിലോ ദാമൻ സഖീ കാ ദാമിലോ കുച്ച് ന കുച്ച് നാമഹോ ഹി ജായേഗാ. അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ ഒരു അനുരാഗിയാണ്. അനുരാഗിയായ അബ്ദുല്ലാഹി ഇബ്നു റവാഹയും സഹോദരനായ ജഅഫർ തയ്യാറും സന്തത സഹചാരിയും സന്താന സമാനരുമായ സയ്യിദ് ബിൻ ഹാരിസയും 3 പേരോടും പറയുന്നു, നിങ്ങൾ ഷഹീദായാൽ. പള്ളിയിലെ സംസാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി യുദ്ധവും യുദ്ധരംഗങ്ങളും പറയൽ ഇപ്പോഴെന്റെ ലക്ഷ്യമല്ല, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു ജൂത സഹോദരൻ വന്നിട്ട് ചോദിക്കുകയാണ്. പള്ളിയിലെ സംസാരം കേട്ട ആളാണ്. അയാൾ ചോദിക്കുന്നു, ഓ സയ്യിദേ, ഓ അബ്ദുല്ലാ, ഓ ജഅഫറേ, നിങ്ങൾ 3 ഇങ്ങോട്ടൊന്ന് വന്നേ. ചോദിച്ചു, എന്താണ്? നിങ്ങളുടെ നബി സത്യവാനല്ലേ? അതെ, സത്യവാനാണ്. നിങ്ങൾ 3 ഷഹീദായാൽ 4ാമത് ഖാലിദ് ബിൻ വലീദ് പതാക എടുക്കണമെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ നാളെ നിങ്ങൾ പോണത് മരിക്കാനല്ലേ? അതെ. നിങ്ങൾക്ക് അവിടെ പോകാതെ ഒന്ന് ജീവൻ രക്ഷപ്പെടുത്തിക്കൂടെ? അപ്പോഴാണ് ഇസ്ലാമിന്റെ ഇറ്റപ്പുലികളായ ധർമ്മസേനാനികൾ പടക്കളത്തിൽ പടകധ്വനി മുഴക്കി തൗഹീദിന്റെ അമരധ്വനി അടയാളപ്പെടുത്തേണ്ട അജയ്യ ശക്തത്തിന്റെ അതുല്യ ശക്തികളായ സ്വഹാബാ കിറാം പറയുന്നു, ഇല്ല ഇല്ല, നഹ്നുല്ലദൂന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങൾ അതിനു വേണ്ടി തന്നെ തയ്യാറായവരാണ്. ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ചെറുപ്പക്കാരെ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരള് കീറി പുറത്ത് കളഞ്ഞ കഥ കേട്ടിട്ട് പൊടി തട്ടി വീട്ടിൽ പോയി കിടന്നുറങ്ങാനാണോ? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവാർപ്പണം നടത്തിയത് കേട്ടിട്ട് വിശ്രമിക്കാനാണോ? അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ പ്രാണനറ്റ് വീഴുന്ന വേദനിക്കുന്ന രംഗം കേട്ടിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണോ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ധീര പോരാട്ടങ്ങളുടെ വീരകഥകൾ കേട്ടിട്ട് വിശ്രമിക്കാനാണോ? അല്ല മോനെ, അല്ല. ഞാനും നിങ്ങളും ഇന്നത്തെ ഖാലിദാകണം. ഞാനും നിങ്ങളും ഇന്നത്തെ ജഅഫറാകണം. ഞാനും നിങ്ങളും ഇന്നത്തെ ഹംസത്തുൽ കറാറാകണം. ഞാനും നിങ്ങളും ഇന്നത്തെ അബ്ദുല്ലാഹി ഇബ്നു റവാഹയാകണം. ഞാനും നിങ്ങളും ഇന്നത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉമറാകണം. അത് മുസ്ലിയാരെ, ഞങ്ങളൊക്കെ ഇവിടെ മെനക്കെട്ട് കോഴിക്കോടുന്നും മാഹിന്നും കണ്ണൂരിന്നും കാസർഗോഡുന്നും ഒക്കെ വണ്ടി കയറി വന്നത് ജഅഫറാവാനോ അബൂബക്കറാവാനോ ഒന്നുമല്ല, ഞങ്ങൾ അംബാനിയാവാൻ വന്നതാണ്. അല്ല മോനെ,
നമ്മളെക്കാൾ വലിയ കുടുംബ ബാധ്യതയുള്ളവരായിരുന്നു സ്വഹാബാ കിറാം. സഹാബത്തിന് എത്ര ഭാര്യമാരായിരുന്നു, എത്ര മക്കളായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാട്ടിൽ പോയി വിറക് വെട്ടി നാട്ടിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് ജീവിച്ചയാളാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നിത്യവൃത്തിക്ക് വേണ്ടി ജോലിയെടുത്ത ആളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ പണിയെടുത്തിട്ട് ഉപജീവനം നടത്തിയ ആളാണ്. എന്തിനേറെ പറയണമെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാവിലെ വരുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുമ്പോ, സുബഹി കഴിഞ്ഞാൽ പൊന്നുമോളുടെ വീട്ടിലേക്ക് ചിലപ്പോ വരാറുണ്ട്. ഒരു ദിവസം രാവിലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുമ്പോ ഹസനൈനിയെ കാണാനില്ല. അലി ഇബ്നു അബീ ത്വാലിബ് എന്ന മരുമകനും വീട്ടിലില്ല. മകളോട് ചോദിച്ചു, മോളെ ഫാത്തിമ, മക്കളെവിടെ? അവരുടെ വാപ്പയെവിടെ? അപ്പോൾ പറഞ്ഞു, ഉപ്പാ, 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് മക്കള് നിലവിളിക്കുന്നത് കേട്ടിട്ട് വാപ്പ 2 മക്കളെ എടുത്തിട്ട് പോയതാണ്. ചിലപ്പോ ഇന്നാലിന്ന തോട്ടത്തിൽ പോയി ജോലി എടുക്കുന്നുണ്ടാകും, ഇന്നാലിന്ന തോട്ടത്തിൽ പോയി ജോലി ചെയ്യുന്നുണ്ടാകും. അപ്പോഴാണ് മദീനയിലെ രാജാവ് നേരെ ഇറങ്ങി പൊന്നുമോള് ഫാത്തിമ പറഞ്ഞ തോട്ടത്തിലേക്ക് ചെല്ലുമ്പോ ഈത്തപ്പനയുടെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഈത്തപ്പഴം കീറി കഴിക്കുന്ന 2 പേരക്കുട്ടികളുണ്ട്. വാപ്പാനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മക്കളെ വാപ്പയെവിടെ? അപ്പോഴാണ് തോട്ടത്തിന്റെ അകത്തളത്തിൽ നിന്ന് അലിയാര് തങ്ങൾ വിളി കേൾക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ. അടുത്തേക്ക് വന്ന് വിഷയം പറയുകയാണ്. തങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോ മക്കള് വിശന്നിരിക്കുന്നത് കണ്ട് അവരെയും എടുത്തി ജൂതന്റെ തോട്ടത്തിൽ പണിയെടുക്കാൻ വന്നതാണ്. അല്പനേരം ജോലിയെടുത്തപ്പോ കിട്ടിയ ഈത്തപ്പഴം കൊണ്ടുവന്ന മക്കൾക്ക് കൊടുത്തു. ഇനി ഫാത്തിമാക്ക് വേണ്ടി ഒരു 2-3 ഈത്തപ്പഴം വേണം. അതിനു വേണ്ടി സമയം ചെലവഴിക്കുകയാണ്, ജോലി ചെയ്യുകയാണ്. അപ്പോഴാണ് ലോകഗുരുവായ പുണ്യനബിയുടെ കവിൾത്തടത്തിലൂടെ കണ്ണീർ കണങ്ങൾ അടർന്നു വീഴുന്നു. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കിടന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഹബീബിന്റെ തിരുകുടുംബം അനുഭവിക്കുന്ന വേദനയാണ്. പക്ഷേ അലിയാര് തങ്ങള് കമന്റടിച്ച് സമയം കളയാൻ പോയ ആളല്ല. അലിയാര് തങ്ങള് വേല ചെയ്യാതെ വീട്ടിലിരുന്ന മടിയനല്ല. ആരോഗ്യം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ ഇറങ്ങിയപ്പോ, പടച്ചവന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പടക്കളം ഒരുങ്ങിയപ്പോ പടവാളെടുത്ത ധീര ശക്തിയായ അലിയാര് തങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊണ്ടപ്പോഴാണ് ദാരിദ്ര്യത്തിന്റെ കൈപ്പറിയേണ്ടി വന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഇവിടെ അധ്യാപനം നടത്തുന്നവരോ വിദ്യാഭ്യാസം നേടുന്നവരോ ഉപജീവനം നേടുന്നവരോ ആരാണെങ്കിലും ശരി, നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മുടെ ദീൻ പ്രചരിപ്പിക്കൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. അത് ഏറ്റെടുക്കാൻ വേറെ ആരും വരില്ല.